സർപ്രൈസിന് വേണ്ടി തയ്യാറായി നിൽക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി എക്സിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. തങ്ങളെ രണ്ടാം ഘട്ടത്തിൽ ആക്രമിക്കാനുള്ള ഏതൊരു ശ്രമവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തങ്ങൾ സർപ്രൈസ് നൽകും എന്നുള്ളതാണ്. ഇതുവരെ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത തരത്തിലുള്ള ആക്രമ പരമ്പര എങ്ങനെ നടത്താം എന്ന് ഞങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കും. കണ്ടതല്ല കാണാനുള്ളത്, കേട്ടതല്ല കേൾക്കാനുള്ളത്, അറിഞ്ഞതല്ല അറിയാനുള്ളത്. ഈ ഒരു ഹെഡിങ്ങോട് കൂടിയിട്ടാണ് എക്സിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി കുറിച്ചത്. ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നതിൻ്റെ മുന്നറിയിപ്പായിരിക്കും, അല്ലെങ്കിൽ മുൻകൂട്ടിയുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കും രണ്ടാം ഘട്ടത്തിലുള്ള ഇറാന് നേരെയുള്ള ആക്രമണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. വെടിനിർത്തൽ കാലത്ത് ആയുധശേഖരവും സൈനിക ബലവും ഞങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഏത് തരത്തിൽ എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത വിധമാണ്. ഒരു മഹായുദ്ധത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന തരത്തിലാണ് തങ്ങൾ സൈനിക ആയുധ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും ഞങ്ങൾ ഇവിടെ നടത്തുകയും ചെയ്തു. പ്രദർശിപ്പിക്കാത്ത ഒരു കൂട്ടം ആയുധങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് സർപ്രൈസ് നൽകുന്നതാണ്. ആയുധങ്ങളുടെ ശേഖരം കണ്ട് നിങ്ങൾ അന്താളിച്ചു പോകരുത്, പ്രവൃത്തി കണ്ടും. ഏതൊക്കെ തരത്തിൽ ആയുധം കൊണ്ട് മറ്റൊരു രാജ്യത്ത് ആക്രമണം നടത്താൻ പറ്റുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു ചരിത്ര നിമിഷമായിട്ടാണ് രണ്ടാം ഘട്ടമുള്ള ഇറാന് നേരെയുള്ള ആക്രമണത്തിന് പ്രതിരോധം തീർത്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. അമേരിക്കയുടെ അറേബ്യൻ താവളങ്ങൾ ഇനി ഓർമ്മയായി ശേഷിക്കും. ഒരു 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 പിടി ചാരമായിട്ട് തീരുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ കപ്പലുകൾക്കും സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതിൻ്റെക്കാണ് അപ്പുറമായിരിക്കും യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിട്ട് മാറാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ അപ്പാടെ തന്നെ നിങ്ങളുടെ ഏരിയകൾ വളഞ്ഞുകൊണ്ട് അവരുടേതായിരിക്കുന്ന സർപ്രൈസ് അവർ വേറെയും വെക്കും. സൈബർ ഇടം തകർക്കപ്പെടും. ഹോർമുസിലെ ഇൻ്റർനെറ്റ് കേബിളുകളിൽ നിന്ന് വിവരം ചോർത്തുകയോ അതല്ലെങ്കിൽ അത് ഇല്ലാതാവുകയോ ചെയ്യും. അങ്ങനെ ആകുന്ന സമയത്ത് മറ്റു ലോക രാജ്യങ്ങൾ അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആശയവിനിമയം നടത്തുന്നത് ഞങ്ങളുടെ അനുവാദമില്ലാത്ത തരത്തിൽ നടക്കാൻ പറ്റാത്ത വിധം ഞങ്ങളതാക്കി തീർക്കും. അതോടൊപ്പം തന്നെ ഇസ്രായേൽ സർപ്രൈസ് നൽകിക്കൊണ്ട് അവരിങ്ങനെ പറയുന്നു, ചില നഗരങ്ങളും പ്രാന്തപ്രദേശങ്ങളും സംവിധാനങ്ങളും ഞങ്ങൾ വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നതാണ്. അത് ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു സൂചന ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ജെറുസലം, ടെല്ലവീവ്, ഹൈഫ, ബീർഷബ, അഷ്തൂദ്, നെതന്യ, എയ്ലത്ത്, നസ്രത്ത്, ഈ നഗരങ്ങൾ ഇതൊരു കുറഞ്ഞ നഗരങ്ങളാണ് ഇസ്രായേലുള്ളത്. ഇത് ഞങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. ഞങ്ങളുടെ ആയുധങ്ങൾക്ക്, ഞങ്ങളുടെ തോക്കുകൾക്ക്, ഞങ്ങളുടെ മിസൈലുകൾക്ക് ഈ മേഖലയിലൂടെ രംഗപ്രവേശനം ചെയ്യാൻ വളരെ എളുപ്പം സാധിക്കും. അവിടെ വെച്ചാണ് ഞങ്ങളുടെ മിസൈലുകൾ നാടകം ആരംഭിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർപ്രൈസ് ഈ നഗരത്തിൽ നൽകും. അവിടെ മാത്രമല്ല, പിന്നീട് ഈ സീപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്, തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട പേര് പറയുന്നത് ഹൈഫ, അഷ്തോദ്, എയ്ലാത്ത്, ഹദീറ, അഷ്കലോൺ. ഈ സീപോർട്ടും അതോടൊപ്പം തന്നെ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ബംഗൂരിയൻ, റമോൺ, ഹൈഫ, ജെറുസലം, ഐർസാലിയ, ഈ എയർപോർട്ടുകളും ഞങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. നിങ്ങളുടെ വിമാനവാഹിനി കപ്പലായ അബ്രഹാം ലിങ്കൺ, ജെറാൾഡ് ആർ ഫോർഡ്, ജോർജ് ബുഷ്, ഇതെല്ലാം ഞങ്ങളുടെ നിരീക്ഷണത്തിൻ്റെ കീഴിലാണ്. ഏത് തരത്തിൽ എങ്ങനെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ പിന്മാറ്റം നടത്തിയാലും നിങ്ങളെ തേടി ഞങ്ങൾ എത്തുക തന്നെ ചെയ്യും. അതിന് പിന്തുണ നൽകുന്ന ഡിസ്ട്രോയിഡ് കപ്പലുകളും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. ഇതിനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ തങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പ്രദർശിപ്പിക്കാത്ത ആയുധങ്ങൾ, അത് ആയുധത്തിൻ്റെ പ്രയോഗങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ അമേരിക്കക്ക്, അതായത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അതിൽ ഉദാഹരണം പറയുന്നുണ്ട്, രണ്ടാം ലോക യുദ്ധത്തിൽ ആണവായുധ പരീക്ഷണം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക നടത്തിയത്. വെറും ഒരു ആണവ സ്ഫോടനം നടത്തിക്കൊണ്ട് രാജ്യത്തെ കീഴടക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നതിനോ അപ്പുറമായ രീതിയിൽ അവർ ചെയ്തിരിക്കുന്ന ഒരു പരീക്ഷണം കൂടിയാണ്. ആ പരീക്ഷണത്തിൽ അവർ വിജയിച്ചു. സമാനമായ രീതിയിൽ ഞങ്ങൾക്ക് പല ആയുധങ്ങളും സംവിധാനങ്ങളും ഞങ്ങളുടെ നിർമ്മിതികളായിരിക്കുന്ന പല കാര്യങ്ങളും പരീക്ഷിക്കാനുണ്ട്. അതിനുവേണ്ടി തീർച്ചയായിട്ടും ഈ മേഖല ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അഥവാ ഇസ്രായേലിൻ്റെയും
അമേരിക്ക പിന്തുണക്കുന്ന രാജ്യങ്ങൾ, അതായത് അമേരിക്കയെ പല വ്യത്യസ്ത കാലങ്ങളിലും സാഹചര്യങ്ങളിലും സഹായിച്ചു പോരുന്ന ഏതൊക്കെല്ലാം അറേബ്യൻ ദേശത്തിൽ അമേരിക്കയ്ക്ക് സൈനിക ബേസുകളോ സംവിധാനങ്ങളുണ്ടോ അത് അപ്പാടെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണ ഭൂമിയായി മാറ്റുന്നതാണ്. ഈ തരത്തിലാണ് അമേരിക്കയുടെ പ്രസിഡന്റിനോട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞത്. ഇതിൽ രണ്ട് വിഷയങ്ങൾ അതിൽ പറയുന്നത്, ഒന്ന് ചൈനയിൽ നടത്തിയ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചൈനയിൽ 2 സന്ദർശനം നടത്തിയിട്ടുണ്ട്. ചൈന സന്ദർശനത്തിന് ശേഷം പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനയിൽ സന്ദർശനം നടത്തി. ട്രംപ് ചൈനയോട് ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ വിഷയത്തിൽ ഇടപെടണമെന്നും ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ സമ്മർദ്ദം അവർക്ക് നേരെ ഉണ്ടാവണം എന്ന തരത്തിലൊക്കെ കണിശമായിരിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ഷി ജിൻപിങ്ങിനോട് പറഞ്ഞത്. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ വിഷയത്തിലൊന്നും വലിയ പ്രാധാന്യത്തോടു കൂടി ആ പരാതികൾ കേൾക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഞങ്ങൾ പിന്തുണ നൽകുന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഇടപെടലുകൾ അമേരിക്ക നടത്തുന്നുണ്ട്. അത് അനാവശ്യമായിരിക്കുന്ന ഇടപെടലാണ്. അതോടനുബന്ധിച്ച് തന്നെ തങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടുന്ന തരത്തിലാണ് പെട്രോളിയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വെനിസുലയ്ക്ക് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിച്ചത്. ചൈനയ്ക്ക് പെട്രോളിയം നൽകരുത് എന്നുള്ളതാണ് അന്ന് അമേരിക്ക വെനിസുലയോട് പറഞ്ഞു. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടുത്തെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തന്നെ തട്ടിക്കൊണ്ടുപോയതോടുകൂടി തന്നെ പ്രശ്നം അവസാനിച്ചിട്ടില്ല. പിന്നെ അവിടുത്തെ പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട തന്നെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുന്നു. പിന്നീട് അവിടെ വിഷയമാകുന്നു. ചൈനയ്ക്ക് പെട്രോളിയം നൽകാതിരിക്കുന്നു. പിന്നീട് ഇറാനെ മാത്രം ആശ്രയിക്കുന്നു. ഇറാൻ പെട്രോളിയം നൽകുന്നു. പിന്നെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് അമേരിക്ക ഇടപെടുന്നു. അങ്ങനെ പെട്രോളിയം കൃത്യമായ രീതിയിൽ സുതാര്യമായ രീതിയിൽ എത്തുന്ന കാര്യത്തിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസവും ബുദ്ധിമുട്ടുണ്ട്. ഈ തരത്തിലാണ് വിഷയകാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ഒന്നിനും കൃത്യമായ രീതിയിലൊരു മറുപടി നൽകുകയോ ഏതെങ്കിലും തരത്തിലൊരു കരാർ ചൈനയുമായിട്ട് ഉണ്ടാക്കാനോ അമേരിക്കയ്ക്ക് സാധിക്കാതെ നാണം കെട്ടാണ് അവിടെ മടങ്ങിയത്. അതിനു മുൻപ് സംബന്ധിച്ച ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ടു തങ്ങളുടെ രാജ്യത്തിന് അമേരിക്ക ആക്രമണം നടത്തിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിരിക്കുന്ന വിശദീകരണങ്ങൾ തന്നെയാണ് ചൈനയോട് പറഞ്ഞത്. ചൈന 100% ഇറാനെ പിന്തുണയ്ക്കുകയും ഇറാൻ എല്ലാവിധ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ചൈനയുടെ പ്രസിഡന്റ് ഇറാനോട് പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ അതേപടി നിലനിന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ ഉതകുന്ന തരത്തിലും അവർ ഉദ്ദേശിക്കുന്ന തരത്തിലും പെട്രോളിയം ഇറാനിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം കുറവ് പണത്തിന് കുറവ് നൽകുന്ന തരത്തിലാണ് ഇറാന് ചൈനയ്ക്ക് പെട്രോളിയം നൽകുന്നത്. അത്രയും കുറഞ്ഞ പണത്തിന് വേറെ ആർക്കും അമേരിക്കക്ക് പോലും നൽകാൻ വേണ്ടി സാധിക്കില്ല. ഇതിനിടയിൽ ഒരു കരാർ വ്യവസ്ഥ അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് പെട്രോൾ നൽകാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നൽകുന്ന സമയത്ത് ഇറാൻ്റെ അതേ വിലക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസവും ബുദ്ധിമുട്ടാണ്. അതവർ പറയുകയും ചെയ്തു, നൽകാൻ സാധിക്കുകയില്ല എന്ന തരത്തിൽ. അപ്പോൾ ഇറാൻ്റെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിലുള്ള ഗവൺമെൻറ് സംവിധാനം എത്രത്തോളം കാലം നിലനിൽക്കുന്നുവോ അത്രത്തോളം കാലം മാത്രമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്രോളിയം സംഭവങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇറാൻ ഏറെക്കുറെ അവിടുത്തെ സൈനിക സംവിധാനങ്ങൾ, മതപരമായിരിക്കുന്ന നേതൃത്വം, പിന്നീട് ജനങ്ങൾ എല്ലാം ഒറ്റക്കെട്ടായ രീതിയിൽ രാജ്യത്തിൻ്റെ ശത്രുക്കളായി അമേരിക്കയും ഇസ്രായേലിനെയും കണ്ടുകൊണ്ട് ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. ഇതൊരിക്കലും അമേരിക്ക ഇസ്രായേൽ പ്രതീക്ഷയല്ല. അവർ പ്രതീക്ഷ കാര്യമെന്ന് പറഞ്ഞാൽ അട്ടിമറിക്കാൻ വേണ്ടി സാധിക്കും, പുതിയ ഭരണ സംവിധാനം വരും, വെനിസുലയെ പോലെ തന്നെ അവർക്ക് നിയന്ത്രണം പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തും. അങ്ങനെ വരുന്ന സമയത്ത് ലോകത്തിലെ പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ ചാർജുകൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും. കാര്യം ഇറാൻ വീണ്ടും കഴിഞ്ഞാൽ പിന്നെ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇടപെടലുകളും നടത്തുകയില്ല, അതിനുള്ള ധൈര്യമില്ല എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ആകെ ഇപ്പോൾ അമേരിക്കയുമായിട്ട് കൊമ്പ് കോർക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ലോകത്തെ ധൈര്യമുള്ള ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ്. തുർക്കി പോലും അത്രയില്ല. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലക്ഷയം ഉണ്ടാക്കുക, ശക്തി കുറക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ സന്തോഷം ഉണ്ടാകുന്നതാണ്. ഭാവിയിൽ നീണ്ട വർഷം നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഗുണം അമേരിക്കക്ക് ഉണ്ടാകുന്ന തരത്തിലാണ് അതിന് സംവിധാനം. പക്ഷേ ഇറാൻ വീണിട്ടില്ലെങ്കിലോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള മുറിപ്പാടുണ്ടാകും. ഒരിക്കലും ഉണങ്ങാത്ത മുറിപ്പാടായിരിക്കും അമേരിക്കക്ക് ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം തന്നെ അവർക്കുണ്ടായിരിക്കുന്ന നഷ്ടത്തിൻ്റെ കണക്കുകൾ, അവർക്കുണ്ടായിരിക്കുന്ന സൈനികരുടെ എണ്ണത്തിലെ കുറവ്, യുദ്ധവിമാനം നഷ്ടപ്പെട്ടത്,
യുദ്ധ കപ്പലുകൾ നഷ്ടപ്പെട്ടതടക്കം ഭീമമായിരിക്കുന്ന ഒരു സംഖ്യ തന്നെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ഇത് അതിജീവിക്കണമെങ്കിൽ ഇറാനെ പിടിച്ചെടുക്കണം. ഇറാനെ പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഒരു ദിവസം അവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു മണിക്കൂർ യുദ്ധമുഖത്ത് നിൽക്കുന്നത് ലക്ഷക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടം അമേരിക്കക്ക് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അവരെ പിൻവലിച്ചുകൊണ്ട് ഒരു കരാർ വ്യവസ്ഥയിലൂടെ പ്രശ്നം തീർക്കുന്നതാണ് ഉചിതം എന്ന് പല ഘട്ടങ്ങളിലും പല കോണിൽ നിന്നും വിവരം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അമേരിക്കയുടെ സൈനിക സംവിധാനം അത് നിർത്തലാക്കിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ അത് മിഡിൽ ഈസ്റ്റിനെയും സാരമായിട്ട് ബാധിക്കും എന്ന് അവരും ഭയപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തിയത്. ഇതിനെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ട് പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ ഇറാൻ്റെ ഭീഷണി വളരെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് അമേരിക്ക എടുക്കുന്നത്. കാര്യം അവർ പറയുന്ന കാര്യം ചെയ്യും എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്കക്ക് അറിയാവുന്ന കാര്യം